രാജധാനി എക്സ്പ്രസിൽ ഒരു തീപിടുത്തമുണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിലാണ്. അതിന്റെ ദൃശ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. കോട്ടയ്ക്ക് സമീപമാണ് തീപിടുത്തം ഉണ്ടായത്. ആളപായമില്ല എന്നതാണ് വന്ന വിവരം. വിനീത ബിജിയുണ്ട്. വിനീത, ദൃശ്യങ്ങളിൽ കോച്ചിന് തീപിടിക്കുന്നതാണ്. ട്രെയിനിന്റെ യാത്ര എന്തായാലും പൂർണ്ണമായും തടസ്സപ്പെട്ടെന്ന് ഉറപ്പുമാണ്. ആളപായമില്ലെന്ന് ഉറപ്പിക്കുന്നുണ്ടല്ലോ അല്ലേ? ഗോകുൽ, അതൊരു പ്രാഥമിക വിവരം മാത്രമാണ്. കാരണം രാജസ്ഥാനിലെ കോട്ടയ്ക്ക് സമീപം വെച്ചാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ആളുകളെ ഇന്ന് പുലർച്ചെ ഏതാണ്ട് ഒരു 5 മണിയോടുകൂടിയാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. B1 ഒപ്പം തന്നെ എഞ്ചിൻ കോച്ചുകളിലായിട്ടാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഈ തീ ഉയർന്നപ്പോൾ തന്നെ ഈ പുലർച്ചെ ആയതുകൊണ്ട് തന്നെ ആളുകളൊക്കെ ഉറങ്ങുകയായിരുന്നു. ഉടനെ തന്നെ ആളുകളെയൊക്കെ ഉണർത്തി അവിടെ നിന്ന് അവരെ സുരക്ഷിതമായിട്ട് മാറ്റിയിട്ടുണ്ടെന്നാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന പ്രാഥമിക വിവരം. ആളപായം ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അതേസമയം ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് അത്യാവശ്യം വലിയ രീതിയിലുണ്ടായ ഒരു തീപിടുത്തം തന്നെയാണ്. 2 ബോഗികളിലാക്കി തീ ഇങ്ങനെ പടരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ബോഗികൾ വേർപെടുത്തിക്കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ നടന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. വെള്ളിയാഴ്ച തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിനാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ തീപിടുത്തത്തിന്റെ കാരണം എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു അന്വേഷണം റെയിൽവേ നടത്തുമെന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതേസമയം ആളപായം ഇല്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട്. B1 എഞ്ചിൻ കോച്ചുകളിലായിട്ടാണ് ഈ തീ പടരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം ആ ട്രെയിനിന്റെ ആ ഒരു ബോഗിയുടെ സമീപം നിന്ന് തീ ഉയരുകയും വളരെ പെട്ടെന്ന് ആളിക്കത്തുകയും ഒക്കെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നാലെ ഈ അവിടെയുള്ള രക്ഷാപ്രവർത്തകരൊക്കെ എത്തി അവരെ ഈ ആളുകളെ സുരക്ഷിതമായി പുറത്തേക്ക് ഇറക്കി നിർത്തിയിരിക്കുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. തിരുവനന്തപുരത്തേക്ക് നിന്നുള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ, തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിൻ ആയതുകൊണ്ട് തന്നെ നിരവധി മലയാളികളടക്കം ആ ട്രെയിനിലുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കണ്ണൂരിൽ നിന്നൊക്കെയുള്ള ആളുകൾ ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു. അവരൊക്കെ ഏതാണ്ട് ഇപ്പോൾ സുരക്ഷിതമായിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നിലവിൽ ഈ 2 ബോഗികൾ, ഈ തീപിടുത്തമുണ്ടായ ബോഗികൾ ട്രെയിനിൽ നിന്ന് വേർപെടുത്തിക്കൊണ്ടുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ്. ഈ തീ ശമിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗൂഗിൾ ശരി, ഏതായാലും ആശ്വാസമുണ്ട്. ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്, പക്ഷേ ആർക്കും ആളപായമില്ലാതെ എല്ലാവരെയും പുറത്തെത്തിക്കാനായി യാത്രക്കാരെ എന്ന വിവരമാണ് ലഭിക്കുന്നത്. രാജധാനി എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട രാജധാനി എക്സ്പ്രസിലാണ് തീപിടുത്തമുണ്ടായത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.